എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് അതിലെ 12th ചാപ്റ്ററായ ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് ടീച്ചറോട് എടുക്കാൻ പോകുന്നത്. എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല്? നേച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രകൃതി അല്ലെ. അപ്പൊ എന്താണ് ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിന്റെ ഗിഫ്റ്റ് അല്ലെ, നേച്ചറിന്റെ ഗിഫ്റ്റ് അല്ലെ, എന്താണ് പ്രകൃതിയുടെ വരദാനം. ഓക്കെ, എന്താണെന്ന് നോക്കാം. Nauru, Nauru, a small island in the Pacific, was described as the richest country in the world by the international journal National Geographic in 1976. എന്താണ് ഇവിടെ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും 21 this island, which is just 21 square kilometers in area, was once lush green and was the abode of several migratory birds, but now Nauru is a barren land. എന്താണ് ഇത്? നൗറു അല്ലെ, എന്താണ് വെറും 21 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാത മാസിക നാഷണൽ ജോഗ്രഫിക് 1976 എന്താ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. എന്ത്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ്. എന്താണ് 1976 എന്താണ് ആര് വിശേഷിപ്പിച്ചത്? എന്താണ് ഒരു മാസിക അല്ലെ, നാഷണൽ ജോഗ്രഫിക്, അവർ വിശേഷിപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ് അല്ലെ. നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കലും എന്താ നിരവധി മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിരുന്നു, നിരവധി ദേശാടന പക്ഷികളുടെ അഭയ കേന്ദ്രമായിരുന്നു അല്ലെ. ഇന്ന് നൗറു ഒരു തരിശു ഭൂമിയാണ്. ഇന്നെന്താണ്? ബാരൻ ലാൻഡ് ആണ് അല്ലെ. The resources are now completely exhausted. Sparsely populated land with exposed coral reefs everywhere. Don't you want to know how Nauru became like this? Nauru was rich in phosphate, the mineral used for making chemical fertilizers. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഒരു ബാരൻ ലാൻഡ് ആവാൻ കാരണം എന്താണ്? ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നിൽക്കപ്പെട്ടു അല്ലെ. എങ്ങും പവിഴ പുറ്റുകൾ മാത്രം എഴുന്നു നിൽക്കുന്ന വിജന ഭൂമിയാണ്. എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ? എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെ, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നത് നൗറു. The ill fate of Nauru began when Germany established its colony there in 1888 and started phosphate mining. Britain, Australia and New Zealand also started mining activities following the First World War. Nauru prospered through phosphate mining, but the uncontrolled mining activities led to the extensive clearing of natural vegetation. This led to the extinction of many birds and animals, which resulted in the transformation of environment. Phosphate deposits also got exhausted, turning Nauru to an absolutely poor country in every respect. എന്താണ് പറയുന്നത് നോക്കിയേ. ഒരു രാസവളത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന പൊതു ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നത് ഈ നൗറു അല്ലെ. 1888 ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയതോടെ ദ്വീപിന്റെ ദുരവസ്ഥ തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധാന്തരം ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനനം ആരംഭിച്ചു. ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി. അതോടെ പക്ഷികളും ജന്തുക്കളും ഒക്കെ എന്താണ് നാമാവശേഷമായി അല്ലെ. നൗറുവിന്റെ പരിസ്ഥിതി തന്നെ മാറി. ഫോസ്ഫേറ്റ് നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി എല്ലാ അർത്ഥത്തിലും അല്ലെ. എന്തുകൊണ്ടാണ്? ഇവിടെ ഖനനം തുടങ്ങി, ഖനനം ഇതാക്കിയപ്പോ എന്തായി? അവിടെ എന്തായാലും പച്ചപ്പും ഇതൊക്കെ അങ്ങോട്ട് പോയി അല്ലെ. പിന്നെന്താക്കി? അവിടെ സസ്യാവരണം ഒക്കെ ഇല്ലാതാക്കി. പക്ഷികളും എന്താക്കി? ജന്തുക്കളും ഒക്കെ എന്തായി? പിന്നെ അവിടെ ഇല്ലാതായി അല്ലെ. അങ്ങനെ എന്താണ് ഫോസ്ഫേറ്റിന്റെ നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു എന്താ ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി മാറി അല്ലെ എല്ലാ അർത്ഥത്തിലും. ഓക്കെ, അതാണ് നൗറുവിൻ്റെത് അല്ലെ. You have read about Nauru, the country which was once rich because of its phosphate mineral resources, but now has become poor due to the depletion of the same. Now you might have the following questions. നോക്കൂ, എന്താണ്? ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ ഒരിക്കൽ സമ്പന്നമാവുകയും പിന്നീട് അതേ ധാതു വിഭവത്തിന്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത നൗറു എന്ന രാജ്യത്തെ കുറിച്ച് വായിച്ചല്ലോ അല്ലെ. നൗറുവിന്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചുവടെ നൽകിയ ചോദ്യങ്ങൾ ഉദിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടായോ? എന്ത് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ വന്നേ? നിങ്ങളെ മനസ്സിൽ വാട്ട് ആർ റിസോഴ്സസ്? എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് കോസസ് റിസോഴ്സ് ഡിപ്ലീഷൻ? വിഭവ ശോഷണം എങ്ങനെ സംഭവിക്കുന്നു? Should these resources be conserved? വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ?
ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അല്ലെ. നൗറു എന്ന രാജ്യം എന്താണ് നല്ലൊരു രാജ്യമായിരുന്നു അല്ലെ, സമ്പന്ന രാഷ്ട്രമായിരുന്നു. അത് എന്താണ് ദരിദ്ര രാജ്യമായി മാറാനുള്ള കാരണം എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വന്നില്ലേ. ദിസ് യൂണിറ്റ് ഹെൽപ്സ് you to understand more about resources, resource depletion and resource conservation. Those things useful to man are called resources. എന്താണ് ഈ വിഭവങ്ങൾ, വിഭവ ശോഷണം, വിഭവ സംരക്ഷണം, അതായത് റിസോഴ്സ്, റിസോഴ്സ് ഡിപ്ലീഷൻ ആൻഡ് റിസോഴ്സ് കൺസർവേഷൻ എന്നിവയെ കുറിച്ച് അറിയാൻ ഈ യൂണിറ്റ് നിങ്ങളെ സഹായിക്കും. Those things useful to man is called resource. അപ്പൊ റിസോഴ്സ് എന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് എന്ത് റിസോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ എന്താണ് റിസോഴ്സ് എന്ന് പറയും. Given below are the pictures of a few resources we obtain from nature. എന്താണ് ഈ ചില പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില റിസോഴ്സിന്റെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് നോക്കിയേ, എന്തൊക്കെയാ? റോക്സ്, ഇത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലെ. വാട്ടർ, അത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന. സോയിൽ, മണ്ണ്. വിൻഡ്, കാറ്റ് അല്ലെ. മിനറൽസ്, ഇത് ധാതുക്കള്. സൺലൈറ്റ്, സൂര്യപ്രകാശം, ഇതൊക്കെ എന്താണ് റിസോഴ്സ് ആണ് അല്ലെ, മനുഷ്യന് ഉപയോഗിക്കുന്നതും മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും പിന്നെന്താണ് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് ഇതൊക്കെ അല്ലെ. The things directly obtained from nature and are useful to man are called natural resources. അപ്പൊ റിസോഴ്സ് എന്താന്ന് മനസ്സിലായല്ലോ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Those things useful to man are called resource. എന്താണ് ഉപയോഗപ്രദമായ അല്ലെ, പ്രകൃതിയിൽ കാണുന്നത് മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് എന്ത് റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? The things directly obtained from nature and are useful to man are called natural resources. എന്താണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളാണ് എന്ത് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം റിസോഴ്സ് ആണ് എന്ത് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നാച്ചുറൽ റിസോഴ്സും എന്താന്ന് പഠിച്ചില്ലേ. ഇനി our nature is endowed with innumerable resources such as air, sunlight, wind, trees, water, etc. എന്താണ് നമുക്ക് എന്താണ് വിൻഡ്, എയർ എന്താ വായു, സൺലൈറ്റ് സൂര്യപ്രകാശം, വിൻഡ് കാറ്റ്, ട്രീസ് മരങ്ങൾ, വാട്ടർ ജലം എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത റിസോഴ്സിന്റെ സമ്പന്നമാണ് നമ്മുടെ നേച്ചർ അല്ലെ. ഇന്യൂമറബിൾ റിസോഴ്സസ് ആണ് അല്ലെ. എന്താണ് ഇന്യൂമറബിൾ റിസോഴ്സസ് സമ്പന്നമാണ് എന്ത് നമ്മുടെ ഈ നേച്ചർ അല്ലെ. എന്തൊക്കെയാണ്? എയർ നമുക്ക് ആവശ്യമുള്ളതാണ്, സൺലൈറ്റ് ആവശ്യമുള്ളതാണ്, വിൻഡ്, ട്രീസ്, വാട്ടർ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. ഇതൊക്കെ എന്താണ് എണ്ണിയാൽ തീരാത്തതാണ് അല്ലെ. അപ്പൊ എന്താണ് എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളെ സമ്പന്നമാണ് എന്ത് നമ്മുടെ ഈ പ്രകൃതി അല്ലെ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ റിസോഴ്സസ്, ഓൾസോ മെൻഷൻ ദെയർ യൂസസ്. എന്താണ് ഈ നാച്ചുറൽ റിസോഴ്സിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. ഇനിയില്ലേ എയറും സൺലൈറ്റും വിൻഡും ട്രീസും വാട്ടറും മാത്രമാണ് ഉള്ളത്. എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി നോക്കൂ. അവയുടെ യൂസസ് ഉപയോഗങ്ങളും എന്താണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. A few among the resources you have listed are living things and the rest are non-living things. എന്താണ് നിങ്ങൾ കണ്ടെത്തിയ വിഭവങ്ങൾ ചിലത് ജീവനുള്ളവയാണ്, മറ്റു ചിലത് എന്താണ് നോൺ ലിവിങ് തിങ്സ് ആണ്, ജീവൻ ഇല്ലാത്തവയാണ് അല്ലെ. ദ ലിവിങ് റിസോഴ്സസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ്. എന്താണ് ജീവനുള്ള റിസോഴ്സിനെ എന്താണ് ബയോട്ടിക് റിസോഴ്സ് എന്നും നോൺ ലിവിങ് റിസോഴ്സസ് ആർ കോൾഡ് അബയോട്ടിക് റിസോഴ്സസ് എന്നും പറയുന്നു അല്ലെ. എന്താണ് ജീവനില്ലാത്തവയെ എന്താണ് അബയോട്ടിക് റിസോഴ്സ് എന്നും പറയുന്നു. അപ്പൊ ലിവിങ് റിസോഴ്സ് ജീവനുള്ള റിസോഴ്സിനെ ബയോട്ടിക് റിസോഴ്സസ് എന്നും എന്താണ് ജീവനില്ലാത്ത റിസോഴ്സസിനെ എന്താണ് അബയോട്ടിക് റിസോഴ്സ് എന്നും പറയുന്നു. Some of these resources are available at all times, but some resources get exhausted with use. Categorize the given resources as ever available and exhaustible in the given format. എന്താണ് ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എന്താണ് എക്കാലത്തും ലഭ്യമാണ് അല്ലെ. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി റിസോഴ്സസ് അത് നേച്ചർ റിസോഴ്സസിൽ എന്താണ് ചിലത് എക്കാലത്തും ലഭ്യമാണ്. സൺലൈറ്റ് എപ്പോഴും നമുക്ക് ലഭ്യമാണ് അല്ലെ. എന്നാൽ മറ്റ് ചില റിസോഴ്സസ് എന്താണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയാണ് അല്ലെ. അപ്പൊ താഴെ തന്നിട്ടുള്ള ചുവടെ നൽകിയിട്ടുള്ള ഈ റിസോഴ്സസിനെ എക്കാലത്തും ലഭ്യമായവ എന്നും പിന്നെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നതെന്നും എക്സോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുക എന്നത് എന്താണ് ഉൾപ്പെടുത്തി നിങ്ങൾ എന്താണ് ഈ ടേബിളിൽ ഉൾപ്പെടുത്തുക. നോക്കൂ, വിൻഡ്, കോൾ, വാട്ടർ, നാച്ചുറൽ ഗ്യാസ്,
sunlight, forest, petroleum, soil, iron ore. ഇതൊക്കെ എന്താണ് എവർ അവൈലബിൾ റിസോഴ്സ് എന്നും എന്താണ് എക്സോസിബിൾ റിസോഴ്സ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക ടേബിൾ ആക്കി ഇതാക്കുക. അപ്പൊ നോക്കിയേ എന്താണ് എവർ അവൈലബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്കാലത്തെ ലഭ്യമായ വിഭവങ്ങൾ എക്കാലത്ത് നമുക്ക് കിട്ടുന്നത് തീരൂല. എക്സോസിബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നതാണ് അല്ലെ. നോക്കൂ ഇതിലെന്തൊക്കെയാണ് നോക്കിയേ. വിൻഡ് അത് എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അതെന്താണ് എവർ അവൈലബിൾ ആണ് അല്ലെ. കോൾ എക്സോസിബിൾ ആണ് തീർന്നു പോകുന്നതാണ്. വാട്ടർ അതെന്താ എപ്പോഴും കിട്ടുന്നതാണ് അല്ലെ. അത് തീരാതെ ശ്രദ്ധിക്കുക. ദെൻ നാച്ചുറൽ ഗ്യാസ് അതും തീർന്നു പോകുന്നതാണ് അല്ലെ. ഉപയോഗിച്ചാൽ തീർന്നു പോകും. സൺലൈറ്റ് സൂര്യപ്രകാശം എപ്പോഴും കിട്ടുന്നതാണ് അല്ലെ. എവർ അവൈലബിൾ ആണ് അല്ലെ. ഫോറസ്റ്റ് നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് എന്താണ് തീർന്നു പോകുന്നത് എക്സോസിബിൾ ആണ് അല്ലെ. പെട്രോളിയം അതുപോലെ എന്താണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നതാണ് അല്ലെ. എക്സോസിബിൾ ആണ് അല്ലെ. പിന്നെ സോയിലും എക്കാലത്തും ഉണ്ടാവുന്നതാണ് അല്ലെ. പിന്നെന്താണ് അയൺ ഓറും എക്സോസിബിൾ ആണ് അല്ലെ. ഓക്കെ ദെൻ അപ്പൊ ഈ എവർ അവൈലബിൾ റിസോഴ്സ് അതായത് എപ്പോഴും നമുക്ക് കിട്ടുന്നതിനെ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയും അല്ലെ. എക്സോസിബിൾ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നതിനെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നും പറയുന്നു അല്ലെ. എന്താണ് ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്നതാണ് അല്ലെ. ഇതെന്താണ് പുനഃസ്ഥാപിക്കപ്പെടാത്തതാണ് നോൺ റിന്യൂവബിൾ അല്ലെ. ദെൻ ഇൻക്രീസിങ് നീഡ്സ് എക്സോസ്റ്റിംഗ് റിസോഴ്സസ് എന്താണ് വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ. പിന്നെന്താണ് വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ ശോഷിക്കുന്ന വിഭവങ്ങൾ അല്ലെ. മാൻ മേക്സ് എക്സ്റ്റെൻസീവ് use of natural resources as if there were men exclusively for him. എന്താണ് increasing needs exhausting resources അല്ലെ. Man makes extensive use of natural resources as if these were meant exclusively for him. The demand of natural resources increased with the increase in population, developments in science and technology, communication facilities, industrialization, etc. This led to large-scale depletion of resources, decrease in the availability and deterioration in the quality of resources due to reckless usage is called resource depletion. This resulted in depletion of resources and changes in the environment. എന്താണ് നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സിനെ അല്ലെ നാച്ചുറൽ റിസോഴ്സസിനെ മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമുള്ളതെന്ന ധാരണയിൽ യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിചാരിക്കുന്നത് മനുഷ്യന് മാത്രം ഉള്ളതാണ് അല്ലെ. മനുഷ്യന് മാത്രം ഉള്ളതാണോ അല്ല, എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അല്ലെ. ജനസംഖ്യാ വർധനവ് പിന്നെന്താണ് പോപ്പുലേഷൻ അല്ലെ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള പുരോഗതി, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് വ്യവസായവൽക്കരണം, വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നിവ ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ എന്താണ് ഡിപ്ലീഷന് അല്ലെ വഴി തെളിച്ചു. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് എന്ത് ഈ resource depletion. എന്താണ് decrease in the availability and deterioration in the quality of resources due to reckless usage is called resource depletion അല്ലെ. എന്താണ് ഈ അനിയന്ത്രിതമായ ഉപയോഗം മൂലം ഈ റിസോഴ്സസിന്റെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് എന്ത് ഈ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്തു അല്ലെ. എന്താണ് ദിസ് റിസൾട്ടഡ് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റ്. പ്രകൃതിയിൽ തന്നെ മാറ്റം വന്നു അല്ലെ. നോക്കൂ ഇവിടെ പറയുന്നു എന്താണ് ഇവിടെ ഇവര് പറയുന്നത് നോക്കിയേ. I am fighting for my future. I am here to speak for all generations to come on behalf of the starving children. I am here to speak for the countless animals dying across this planet because they have nowhere left to go. We cannot afford to be not heard. I am afraid to go out in the sun now because of the holes in the ozone. Ozone പാളികൾ കേട്ടില്ലേ? I am afraid to breathe the air because I don't know what chemicals are in it. The great herds of wild animals, jungles and rainforests full of birds and butterflies. But now I wonder if they will even exist for my children to see. എന്താണ് പറയുന്നത്? ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു. വിശക്കുന്ന 1000 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. ഭൂമിയല്ലാതെ അവർക്ക് മറ്റൊരിടമില്ല. അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. എനിക്ക് ശ്വസിക്കാൻ ഭയമാകുന്നു. എനിക്ക് അറിയില്ല എന്തുമാത്രം വിഷലിപ്തമാണ് വായു എന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭയക്കുന്നു. കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ സുഷിരങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കാണാൻ നിങ്ങൾ ബാക്കി വെച്ചേക്കുമോ?
ഈ മഴക്കാടുകളെ, മൃഗങ്ങളെ, പൂമ്പാറ്റകളെ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഇങ്ങനെ വിലപിച്ചിരുന്നോ? ആകുലപ്പെട്ടിരുന്നുവോ? നിങ്ങൾക്ക് ഇനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ? Do you have to worry about these little things when you were at my age? Yet we act as if we have all the time we want and all the solutions. But I want you to realize neither do you. You don't know how to bring salmon back up a dead stream. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ? നിങ്ങൾക്ക് ഇനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ? നിങ്ങൾക്ക് എന്താണ് സാൽമൺ മത്സ്യങ്ങളെ എന്താ തിരികെ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ, മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ എന്താണ് പറയുന്നത്? You don't know how to bring salmon back up a dead stream and you can't bring back forest that once grew where there is now desert. If you don't know how to fix it, please stop breaking it. എന്താണ് ഈ മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ നിർത്തൂ, ദയവായി ഇവയെ നശിപ്പിക്കാതിരിക്കൂ എന്നാണ് ഇവർ പറയുന്നത് അല്ലേ? The lines you read above are excerpts from a speech given in the first UN Earth Summit at Rio de Janeiro in Brazil in 1992. Listening to 7 Kulli Suzuki, a 12-year-old girl from Canada, the representatives of various countries who attended the summit were left speechless. എന്താണ് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറിയോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ സദസ്സിനെ നിശബ്ദമാക്കിയ പ്രസംഗം മൊഴിമാറ്റം നടത്തിയതിന്റെ ഒരു പ്രസക്ത ഭാഗങ്ങളാണ് മുകളിൽ വായിച്ചത്. കേവലം 12 വയസ്സ് മാത്രമുള്ള 7 കൂളീസ് സുസുക്കി എന്ന കാനഡക്കാരിയായ പെൺകുട്ടിയായിരുന്നു പ്രസംഗക. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 12-year-old ആയിട്ടുള്ള കാനഡയിൽ നിന്ന് വന്ന 7 കുള്ളീസ് സുസുക്കി അല്ലെ, 7 കുള്ളീസ് സുസുക്കി എന്ന കാനഡക്കാരിയായ പെൺകുട്ടിയായിരുന്നു അല്ലെ ഇത് പ്രസംഗിച്ചത്. വാട്ട് ആർ ദ വെറീസ് ഷെയർഡ് ബൈ ദ ഗേൾസ് ഇൻ ഹെർ സ്പീച്ച്? എന്തൊക്കെ ആകുലതകളാണ് ആ പെൺകുട്ടി തന്റെ പ്രസംഗത്തിലൂടെ പറയാൻ ശ്രമിച്ചത്? എയർ സബ്ജക്റ്റഡ് ടു പൊല്യൂഷൻ അല്ലെ, മലിനീകരിക്കപ്പെടുന്ന വായു. ഫോറസ്റ്റ് സബ്ജക്റ്റഡ് ടു ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ആനിമൽസ് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിൻഷൻ, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാവുന്ന ജന്തുജാലങ്ങൾ അല്ലെ. ഇതൊക്കെയാണ്. പിന്നെന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ എഴുതാട്ടോ. ദെൻ നോക്കൂ ഇതെന്തൊക്കെയാണ് നോക്കിയാ. ഇതെന്താ? ഇറ്റ് വാസ് ദ സ്പീച്ച് ഡെലിവേർഡ് ബൈ ശ്രീമതി ഇന്ദിരാ ഗാന്ധി, the then Prime Minister of India, in the Conference of United Nations Organization held at Stockholm in 1972, which led to the observation of 5th June as the World Environment Day. അല്ലെ, ജൂൺ 5-നാണ് എന്ത് വേൾഡ് എൻവയോൺമെന്റ് ഡേ അല്ലെ. നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന അത് പങ്കെടുക്കാറുണ്ട് അല്ലെ. സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തൈകളൊക്കെ കിട്ടാറില്ലേ, മരങ്ങൾ ചെടികളൊക്കെ? അതൊക്കെ ഈ ജൂൺ 5-നാണ് എന്ത് വേൾഡ് എൻവയോൺമെന്റ് ഡേ കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു അല്ലെ. അപ്പൊ ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആവാൻ കാരണം എന്താണ്? നമ്മളെ ഇന്ദിരാഗാന്ധിയുടെ നമ്മളെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു അല്ലെ. അവര് ഈ 1972 ഈ കോൺഫറൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിൽ പ്രസംഗിച്ചതിൽ ആണ് എന്താക്കിയത്? ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. ഓക്കെ, ദെൻ ഇത് നോക്കൂ. ഡോഡോ ഈസ് എ ബേർഡ് ദാറ്റ് ബിക്കേം എക്സ്റ്റിൻക്റ്റ് because of reckless exploitation of resources by man. Dodo birds were the inhabitants of the Mauritius Islands in the Indian Ocean and were killed extensively for meat. Other animals that are now extinct include oroch cattle found in India, Asian cheetah, etc. എന്താണ്? മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം, മനുഷ്യന്റെ അമിതമായ എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ് മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഈ ഡോഡോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിന് വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി അല്ലെ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവയാണ്. ഇതൊക്കെ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസിന്റെ അതിനെതിരെ ഒക്കെ നശിച്ചു പോയ ആനിമൽസും ബേർഡ്സും ആണ് അല്ലെ. ചീറ്റയും, ഏഷ്യൻ ചീറ്റയും, അതുപോലെ അറോച്ചും അല്ലെ. അറോച്ചും ഓക്കെ, ഡോഡോയും.
Observe the pictures given. What will be the consequences of man's reckless use of resources? Write footnotes for these pictures. എന്താണ് പറഞ്ഞത്? എന്താണ് ഈ റിസോഴ്സസ് അശ്രദ്ധമായി ഉപയോഗിച്ചാൽ ഭാവിയിൽ എന്താ സംഭവിക്കുക? തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ച് ഈ ചിത്രങ്ങൾക്ക് ഒരു അടിക്കുറിപ്പ് എഴുതി നോക്കുക. ഇവിടെ നോക്കുക, ഫോറസ്റ്റ് ആയിരുന്നു അല്ലെ. ഫോറസ്റ്റ് ലാൻഡ്സ് ബിക്കം ബാരൻ, വനഭൂമികൾ തരിശു ഭൂമികളായി മാറും. പിന്നെ നമ്മളെ പെട്രോളിയം എന്തൊക്കെ തീർന്നാൽ ഈ വണ്ടികളൊക്കെ അവിടെ ഉണ്ടാവുമോ? പിന്നെ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ, വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇത്. പിന്നെ അതുപോലെ നമ്മളെ ഫിഷിങ്ങിന്റെ തരും അല്ലെ. പിന്നെന്താണ് കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നത് അല്ലെ. അതിനൊക്കെ ഒരു അടിക്കുറിപ്പ് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വാട്ടർ, സോയിൽ, പെട്രോളിയം ആൻഡ് ഫോറസ്റ്റ് ഡിസപ്പിയർ ഫ്രം ദ എർത്ത്? ഡിസ്കസ്. അപ്പൊ എന്താണ്? ജലം, മണ്ണ്, പെട്രോളിയം, എന്തൊക്കെയാണ്? വാട്ടർ, സോയിൽ, പെട്രോളിയം ആൻഡ് ഫോറസ്റ്റ്, വനം എന്നീ നാച്ചുറൽ റിസോഴ്സസ് നാച്ചുറൽ നിന്ന് അപ്രത്യക്ഷമായ എന്താ സംഭവിക്കുക? നമ്മൾ തന്നെ ഉണ്ടാവൂല അല്ലെ. It is estimated that about 3 million cubic meter of wood is being used by man every year. Man clears forest about the size of a football ground every second. Only about half of the present forest land will be left by 2020 if the present trend prevails. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ഓരോ വർഷവും ഏകദേശം 3 മില്യൺ ക്യൂബിക് മീറ്റർ എന്താണ് മരങ്ങൾ എന്താ മനുഷ്യൻ ഉപയോഗിക്കുന്നതായാണ് കണക്ക്. ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ എന്താണ് വനങ്ങൾ, ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കുകയാണ് അല്ലെ. ഈ സ്ഥിതി തുടർന്നാൽ എന്താ 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. എന്താണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്? Judicious and careful use of resources as well as giving enough time for them to replenish can conserve the natural resources. എന്താണ്? ഈ റിസോഴ്സസ് നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത്? ഈ നാച്ചുറൽ റിസോഴ്സ് കൺസേർവ് ചെയ്യുക എന്നുള്ളത് വിഭവ സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം. ഓക്കെ, എന്താണ് സാർ? ഈ വിഭവങ്ങൾ ഉണ്ടല്ലോ, റിസോഴ്സസ് ഒക്കെ എന്താണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധാപൂർവം എന്താണ് ഉപയോഗിക്കുക, പിന്നെ നീതിപൂർവം ഉപയോഗിക്കുക അല്ലെ. അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത്? ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ എന്താണ് അടിസ്ഥാന തത്വം. ഈ നാച്ചുറൽ റിസോഴ്സ് സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം. ഓക്കെ, നോക്കൂ, മരങ്ങൾ നടുക, നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന എന്താ സൈക്കിളിൽ പോലെ പെട്രോൾ ചെലവില്ലാത്ത, പിന്നെ സോളാർ സിസ്റ്റം ഉപയോഗിക്കുക, പിന്നെ സഞ്ചിയിലെ, പിന്നെ എന്താണ് വിൻഡ് മില്ല്, ഇതൊക്കെ അല്ലെ. ഡിസ്കസ് ഹൗ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ഈച്ച് ഓഫ് ദ പിക്ചർ കോൺട്രിബ്യൂട്ട് ടു റിസോഴ്സ് കൺസർവേഷൻ. ഈ നൽകിയിരിക്കുന്ന ഓരോ ചിത്രത്തിലും സന്ദർഭങ്ങളും വിഭവ സംരക്ഷണം എങ്ങനെ സഹായിക്കുന്നെന്ന് നിങ്ങൾ എന്താക്കുക, ചർച്ച ചെയ്യുക. ഓക്കെ, വിൻഡ് മില്ലിലൂടെ നമുക്ക് എന്താണ് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റൂലേ. പിന്നെ ഈ സോളാർ സിസ്റ്റത്തിലൂടെ കറണ്ടിന്റെ ഈ സൺലൈറ്റിന്റെ ഇതിൽ നിന്നും എന്താണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം അല്ലെ. വിൻഡ് മില്ലിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. പിന്നെ മരങ്ങൾ നടുന്നതിലൂടെ എന്താണ് നമുക്ക് മരങ്ങൾ ഫോറസ്റ്റുകളായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇത് പെട്രോളിയം ലാഭിക്കുക അല്ലെ. പിന്നെ കവറുകൾ ഒഴിവാക്കുക, ഇതൊക്കെ കേട്ടോ. ഇനി എന്താണ് വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് എന്താണ്? ഡേയ്സ് ഫോർ നേച്ചർ. ഈ ദിനങ്ങൾ പ്രകൃതിക്ക് വേണ്ടി. 5th ജൂൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ് അല്ലെ, ലോക പരിസ്ഥിതി ദിനം 5 ജൂൺ അല്ലെ. 22 ഏപ്രിൽ വേൾഡ് എർത്ത് ഡേ, എന്താ ലോക എർത്ത് ഡേ അല്ലെ, ഭൗമദിനാണ് 22 ഏപ്രിൽ കേട്ടോ. ഇനി വർക്ക്ഷീറ്റ് എന്താ? കണക്ട് ദ കോളംസ് ഇൻ ദ റെസ്പെക്റ്റീവ് ഓർഡർ ഓഫ് ആക്ടിവിറ്റീസ് ഇൻഡിക്കേറ്റിംഗ് ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഡിപ്ലീറ്റഡ് ബൈ സച്ച് ആക്ടിവിറ്റീസ് ആൻഡ് ദ റെമഡിയൽ മെഷേഴ്സ്. മോർ റെമഡിയൽ മെഷേഴ്സ് മേ ബി ആഡഡ്. എന്താണ്? അമിത വിഭവ ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെ ശോഷണം സംഭവിക്കുന്ന വിഭവങ്ങൾ, ബദൽ മാർഗങ്ങൾ എന്നിങ്ങനെ നിങ്ങൾ എന്താക്കുക, ടേബിൾ ആക്കിയിട്ട് ഈ ടേബിൾ 12 പോലെ കളങ്ങളെ അനുയോജ്യമായി യോജിപ്പിക്കുക. കൂടുതൽ റെമഡിയൽ മെഷേഴ്സ് എന്താക്കുക, നിങ്ങൾ കൂട്ടിച്ചേർക്കുക. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ അമിതമായിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, ഓവർ യൂസ് ഓഫ് റിസോഴ്സസ് അതിനെ സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, അതിലൂടെ എന്താണ് ഡിപ്ലീഷൻ സംഭവിക്കുന്ന
റിസോഴ്സസ് ഉണ്ട് അല്ലേ, വിഭവങ്ങളുണ്ട്. പിന്നെന്താ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്താക്കുക ഈ ഇതിൽ നോക്കിയിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്, റിസോഴ്സ് റെമഡിയൽ മെഷർ എന്താണ്, അമിത വിഭവ ഉപയോഗം, വിഭവ സമ്പത്ത് റിസോഴ്സ്. പിന്നെ റെമഡിയൽ മെഷർ എന്താണെന്നല്ലേ. അപ്പൊ നോക്കി ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ, എന്താണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് എയർ റിസോഴ്സ്, അറ്റ്മോസ്ഫിയർ അല്ലേ, എന്താണ് വായു സമ്പത്ത്, എന്താണ് അന്തരീക്ഷമൊക്കെ എന്താണ് ഇതാവുകയാണ് അല്ലേ. അതിന്റെ റെമഡിയൽ മെഷർ എന്താ, മേക്ക് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്, എന്താണ് പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതായത് കാറും എന്താണ് ബൈക്ക് അങ്ങനത്തെ ഒക്കെ ഇതാക്കിയിട്ട് എന്താണ് ഒരാള് ഒരു വണ്ടി പോവാതെ ബസ് അങ്ങനത്തെ ട്രെയിന് അതിലൊക്കെ എന്താക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. യൂസ് ഫ്യൂൽസ് ദാറ്റ് ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ അന്തരീക്ഷത്തിന് മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക അല്ലെ, അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇല്ലാത്ത ഫ്യൂൽസ് ഉപയോഗിക്കുക. പിന്നെന്താ നിങ്ങൾക്ക് ചെയ്യാം, എന്തെങ്കിലും റെമഡിയൽ മെഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ദെൻ വേറെ ഇത് രണ്ടും പറയുന്നുണ്ട് അല്ലേ. എന്താണ് മരത്തിൻ്റെത് അല്ലെ, വാട്ടർ ഉണ്ട്. നോക്കിയേ വാട്ടർ റിസോഴ്സ് നോക്കിയേ, ഇത് എന്താണ് വെള്ളം കൂടുതലുള്ള ഉപയോഗിക്കുകയാണ് അല്ലെ, ഇത് ഫോറസ്റ്റ് വെട്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഇതെന്താണ് കറണ്ട് ചാർജിൻ്റെ ഇത് വരും അല്ലേ. ഇതെന്താണ് ഫോറസ്റ്റ് റിസോഴ്സ് അല്ല, എനർജി റിസോഴ്സ് അല്ലേ. ഇതെന്താണ് ഫസ്റ്റ് ഇത് എവിടേക്കാ ജോയിൻ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഇതിലേക്ക് കേട്ടോ, എനർജി റിസോഴ്സസ്, സോഴ്സസ് ഓഫ് എനർജി. അപ്പൊ എന്താ ഇതിലേക്ക് ഏതിലാ ഇവിടെ എന്താക്കണ്ടേ, എന്താ സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ് ആൻഡ് ലൈറ്റ് വെൻ നോട്ട് ഇൻ യൂസ്. എന്താണ് നമ്മൾ ലൈറ്റും ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ ഓഫ് ആക്കിയിടുക. പിന്നെന്താണ് അതായത് ഈ വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക. ഡിപ്പെൻഡ് മോർ ഓൺ നോൺ കോൺവെൻഷണൽ എനർജി സോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ്, വിൻഡ് എക്സെട്ര. എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യപ്രകാശവും കാറ്റും മുതലായവയെ കൂടുതൽ ആശ്രയിക്കുക അല്ലെ. അതാണ് ഈ ഒന്നാമത്തെ ഈ ലൈറ്റ് തെളിഞ്ഞിക്കുന്നതിൻ്റെത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്, ഇതാ ഇവിടെ ഈ ലാസ്റ്റ് എനർജി റിസോഴ്സ്. അത് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്, ഇതാ ഈ ഇതിൽ കേട്ടോ, ഈ രണ്ടാമത്തതിലും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഈ വാഹനത്തിന്റെ പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഈ ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റ് റിസോഴ്സിന്റെ ആണ് അല്ലെ. ഈ ഫോറസ്റ്റ് റിസോഴ്സ് ഏതാണ്, ഇതിലേക്ക് കൊടുക്കുക. മരങ്ങൾ മരം വെട്ടി കിടക്കുന്നുണ്ടല്ലോ, അത് ഫോറസ്റ്റ് റിസോഴ്സ്. അത് എവിടേക്കാണ് കൊടുക്കുന്നത്, ലാസ്റ്റത്തേക്ക് അല്ലെ. പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ, എന്താണ് വനനശീകരണം തടയുക. പ്ലാന്റ് ട്രീസ് ഇൻ ബാരൻ ലാൻഡ്, എന്താ തരിശു ഭൂമികളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, then അടുത്ത ഈ വെള്ളം കളിക്കുന്നത് കണ്ടോ, വെള്ളം വെറുതെ വേസ്റ്റ് ആക്കുക അല്ലേ. അതെന്താ ഇവിടേക്ക് വാട്ടർ റിസോഴ്സ്, വാട്ടർ ബോഡീസ് അല്ലേ. അത് ജലസമ്പത്താണ്, ജലാശയങ്ങളല്ലേ. അത് എവിടെയൊക്കെ യോജിപ്പിക്കുക, ഇവിടെ രണ്ടാമത്തെ ഇത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു ചെയ്തിരുന്നേ ഒന്നാമത്തേന്റെ ഈ ഇതിന്റെ ഏതാണ്, സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് കേട്ടോ. പിന്നെ ലാസ്റ്റത്തേന്റെ എന്താണ്, ഫ്രഷ് വാട്ടറിന്റെ ആണിത്. ഡോണ്ട് വേസ്റ്റ് ഫ്രഷ് വാട്ടർ, പ്രാക്ടീസ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് സച്ച് ആസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെ. എന്താ ശുദ്ധജലം പാഴാക്കാതിരിക്കുക, മഴവെള്ള കൊയ്ത്ത് പോലുള്ളവ ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അതാണ് ഇത് പൂരിപ്പിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലൈറ്റിന്റെ ഏതാണ്, എനർജി റിസോഴ്സ് എവിടേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ഇതിലേക്കാണ് സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന ഇതിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ഇത് വാഹനത്തിന് പറഞ്ഞില്ല, എയർ റിസോഴ്സും മുകളിലും. ഇനി ഇതെന്താണ് കാട് വെട്ടിയത് അല്ലെ, ഫോറസ്റ്റ് റിസോഴ്സ്. അത് ഏതിലേക്കായി ലാസ്റ്റിലേക്ക് പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ, പ്ലാന്റ് ട്രീസ് ഇൻ ബാരൻ ലാൻഡ്. പിന്നെ വാട്ടർ റിസോഴ്സസിന്റെ ഏതാണ്, മുകളിൽ ഫസ്റ്റ് വണ്ണിലേക്ക് വാട്ടർ റിസോഴ്സ് അല്ലെ. എന്താണ് ഡോൺ വേസ്റ്റ് ഫ്രഷ് വാട്ടർ, പ്രാക്ടീസ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് സച്ച് ആസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, യു might have understood that the natural resources are limited and hence that are to be conserved. We have the right to use the essential resources, but we don't have the right to use them without considering the need of the future generations. Wise use of resources should be our motto. എന്താണ് ഇവിടെ പറയുന്നത്, ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ബോധ്യമായല്ലോ അല്ലെ. എന്താണ് ഈ നാച്ചുറൽ റിസോഴ്സ് പരിമിതമാണ് അല്ലെ, അവ സംരക്ഷിക്കപ്പെടണം അല്ലെ. നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. എന്നാൽ വരും തലമുറകൾക്കും പ്രകൃതി വിഭവങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാകാതെ എന്താണ് ഇനി വരാനുള്ള ആ തലമുറ ഉണ്ട് അല്ലെ, അവർക്കും എന്താ നാച്ചുറൽ റിസോഴ്സ് ആവശ്യമാണ് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കാതെ എന്താണ് ഈ റിസോഴ്സ് അമിതമായി ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല അല്ലെ. എന്താണ് വിഭവം, വൈസ് യൂസ് ഓഫ് റിസോഴ്സസ് ഷുഡ് ബി അവർ മൊട്ടോ. എന്താണ് വിഭവ വിനിയോഗം വിവേകപൂർണ്ണമാകണം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം.
മുദ്രാവാക്യം അല്ലേ. എന്താ നമ്മളെ മൊട്ടം എന്താണ് വേണ്ടത്? വൈസ് യൂസ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ദെൻ നമുക്ക് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് ആക്ട്സ് ഇൻ ഇന്ത്യ. നമുക്ക് എന്താ നിയമങ്ങൾ ഉണ്ട് അല്ലെ, വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും എന്താണ്? These laws have emerged from the necessity to control the reckless exploitation of nature that poses threat to the very existence of man. എന്താണ്? Section 48A and Section 51AG of the Indian Constitution stating the conservation of nature as the duty of the Indian citizen. 2. Nature Conservation Act. 3. Water Act. 4. Forest Conservation Act. 5. എയർ ആക്ട്. എന്താണ്? അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരുണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി അല്ലെ. അങ്ങനെയാണ് ഈ നിയമങ്ങൾ നിലവിൽ വന്നത്. എന്താണ്? These laws have emerged from the necessity to control the reckless exploitation of nature that poses threat to the very existence of man. എന്താണ്? മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയത് അമിത വിഭവ ചൂഷണം അല്ലെ. അപ്പൊ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്താ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെയാണ് ഈ നിയമങ്ങൾ നിലവിൽ വന്നത് അല്ലെ. ഒന്നാമത്തെ എന്താ? ഈ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51AG വകുപ്പുമാണ് അല്ലെ. രണ്ടാമത്തെ എന്താണ്? നേച്ചർ കൺസർവേഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. പിന്നെ വാട്ടർ ആക്ട്, ജല നിയമം. മൂന്നാമത്തെ എന്താണ്? നാലാമത്തെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, എന്താണ്? വന സംരക്ഷണ നിയമം. 5 എന്താണ്? എയർ ആക്ട് അല്ലെ. എന്താണ്? വായു നിയമം അല്ലെ. ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ അല്ലെ. ഇനി നമുക്ക് റിസോഴ്സ് കൺസർവേഷൻ കേരളയിലും ഉണ്ട് അല്ലെ. മോളത്തെ ഇന്ത്യയിലാണ് കേരള. എന്താണ്? ദ പീപ്പിൾ മൂവ്മെന്റ് ഫോർ ദ കൺസർവേഷൻ ഫോർ ദ പെരിയാർ റിവർ in 1999 led to the establishment of Water Authority. Various acts related to resource conservation have emerged in Kerala following people's movement and through governmental interventions. Example, Act for Protection of Paddy Field, Act for Protection of Wetlands. എന്താണ്? പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടി ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളുടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം, നെൽവയൽ സംരക്ഷണത്തിന് നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവും അല്ലെ. എന്താണ്? പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ എന്താണ്? ഈ വിഭവ റിസോഴ്സ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം, നെൽവയൽ സംരക്ഷണ നിയമം, ആക്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്, പിന്നെ ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്, എന്താണ്? തണ്ണീർത്തട സംരക്ഷണ നിയമവും. ഓക്കെ, ഇതാണ് കേട്ടോ. സേഫ് ഗാർഡ് നേച്ചർ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സേഫ് ഗാർഡ് എന്താ? വികസനം, സുസ്ഥിരം, പ്രകൃതി സുരക്ഷിതം അല്ലെ. ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ഇസ് ടേംഡ് ആസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്? വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ്? നമുക്ക് ഇനി വരാൻ തലമുറകൾ വരാണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ എന്താക്കുക? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ present without compromising the right of future generation to fulfill their needs is termed as sustainable development. Okay, earth provides enough to satisfy every man's needs but not every man's greed. ഗാന്ധിജി എന്താണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് അല്ലെ. നമുക്ക് എന്താണ്? എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും എന്താണ്? അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളവ ഇല്ലതാനും അല്ലെ. എന്താണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ, ഗ്രീഡിനെ എന്താണ്? നിറവേറ്റാനുള്ളവ ഇല്ല. ഓക്കെ, അതാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് അല്ലെ. റീസൈക്ലിംഗ് ആൻഡ് റീയൂസിംഗ് ഓഫ് resources as well as reducing their use are the means to sustainable development. എന്താണ് അവിടെ പറഞ്ഞത്? ഈ വിഭവങ്ങൾ എന്താണ്? റീസൈക്ലിംഗ് ഉണ്ട് അല്ലെ, പുനഃചംക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് എന്ത്? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. എന്താണ്? ഈ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിംഗ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് റെഡ്യൂസിംഗ് ദെയർ യൂസ് ആർ ദ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ്? ഈ റിസോഴ്സസ് റീസൈക്ലിംഗ് ചെയ്യുക, പിന്നെ അതുപോലെ എന്താണ്? അവയുടെ ഉപയോഗം കുറയ്ക്കുക, പിന്നെ എന്താണ്? അവ എന്താണ്? റീയൂസ് ചെയ്യുക. എന്താ?
അവ പുനരുപയോഗിക്കുക എന്നിവയാണ് എന്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് എത്താനുള്ള മാർഗം. അപ്പോൾ വാട്ട് ടു ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഈ സുസ്ഥിര വികസനത്തിനായി എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് അല്ലെ? ലെറ്റ് us work together. എന്തൊക്കെ? യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിംഗ് പ്ലാന്റ്സ്. എന്താ അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുക. പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. യൂസ് ദ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സച്ച് ആസ് സോളാർ എനർജി, വിൻഡ് എനർജി എക്സെട്ര ടു ദ മാക്സിമം. എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ എന്താണ് സോളാർ എനർജി സൗരോർജ്ജം, പിന്നെ എന്താ വിൻഡ് എനർജി കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മുതലായവ എന്താ പരമാവധി ഉപയോഗപ്പെടുത്തുക അല്ലെ? Ensure steps for rainwater harvesting. എന്താ മഴവെള്ള കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്. എന്താ പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം എന്താ തുണിസഞ്ചികൾ ഉപയോഗിക്കുക. അപ്പൊ ഫ്രം ടുഡേ ഓൺവാർഡ്സ് ഐ വിൽ എന്താണ് ഇന്ന് മുതൽ ഞാൻ ഇന്ന് മുതൽ അല്ലെ എന്താണ് റെഡ്യൂസ് ദ എനർജി കൺസപ്ഷൻ ബൈ എന്താ ഊർജ്ജ ഉപയോഗം കുറയ്ക്കാൻ എന്ത് ചെയ്യും? യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്. ലൈറ്റും ഫാനുകളും എപ്പോഴാണ് ഉപയോഗിക്കുക? ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കൂ അല്ലെ? യൂസിങ് ഓൺലി എനർജി എഫിഷ്യന്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഗുണമേന്മയുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കും. പിന്നെ യൂസിങ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്. സാധാരണ ബൾബുകൾക്ക് പകരം പരമാവധി LED ബൾബുകൾ ഉപയോഗിക്കും. ഇതൊക്കെയാണ് അല്ലെ? ഇനി എന്താണ്? റീയൂസ് ദ ഫോളോയിങ് തിങ്സ്. എന്താണ് ഈ വസ്തുക്കളെ പുനരുപയോഗപ്പെടുത്തും അല്ലെ? റീയൂസ് ചെയ്യും. പേപ്പറിനെ, പിന്നെ ബോട്ടിൽസിനെ കുപ്പികളെ, പിന്നെ ക്ലോത്ത് തുണികളെയൊക്കെ അല്ലെ റീയൂസ് ചെയ്യുക. എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ എൻവയോൺമെന്റ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. യൂസ് റിസോഴ്സസ് ഓൺലി ഇഫ് എസെൻഷ്യൽ. അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ എന്താ റിസോഴ്സസ് ഉപയോഗിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ? ലെറ്റ് us return to nature and conserve it. Let's bring forth great changes through our little footsteps. എന്താ പ്രകൃതിയിലേക്ക് മടങ്ങാം, സംരക്ഷിക്കാം, ഓരോ ചെറു കാൽവെപ്പുകളിലൂടെയും വലിയ മാറ്റങ്ങൾക്കായി കാതോർക്കാം അല്ലെ? ഇനിയിപ്പോ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത് നോക്കിയേ? റിസോഴ്സ് അല്ലെ? റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും പഠിച്ചു. റിസോഴ്സ് ഡിപ്ലീഷൻ പഠിച്ചില്ലേ? പിന്നെ റിസോഴ്സ് കൺസർവേഷൻ ഒക്കെ അല്ലെ? അപ്പൊ ഒക്കെ നന്നായി മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു. എന്താണ് നമ്മളെ ഈ സ്റ്റാൻഡേർഡിലത്തെ ഈ 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.